സംഭവം കുറച്ച് നാൾ കൂടിയിട്ടൊക്കെ ആണെങ്കിലും ഇന്നൊന്നും ജിമ്മിൽ പോകാൻ വേണ്ടി തോന്നി. രാവിലെ എണീറ്റ് വന്നിട്ട് ഇതൊന്നും കഴിച്ചിട്ട് പോകണമെന്ന് ഞാൻ വിചാരിച്ചതല്ല. പക്ഷെ എന്നാ ചെയ്യാ, എണീറ്റ് വന്നു കഴിഞ്ഞാൽ അപ്പം എനിക്ക് വിഷം. അപ്പൊ പിന്നെ ഞാൻ നോക്കുമ്പോൾ വേറെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ എഗ്ഗ് രാവിലെ ബോയിൽ ചെയ്ത് കഴിച്ചു. ഞാൻ അങ്ങനെ എല്ലാ ദിവസവും ജിമ്മിൽ പോകുന്ന ആളൊന്നും അല്ല. ഇടയ്ക്കും തലയ്ക്കൊക്കെ എല്ലാ മാസം അവർ എന്റെ അടുത്ത് നിന്ന് കാശ് പിടിക്കുന്നുണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ഇങ്ങനെ ഇടയ്ക്കൊന്ന് പോയി എല്ലാം ഒന്ന് കണ്ടിട്ട് വരാൻ തോന്നും. അങ്ങനെ ചെറിയ രീതിയിൽ ഒരു വർക്കൗട്ട് ഒക്കെ ചെയ്തു വരണമെന്നേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ചെന്ന തുറയ്ക്ക് എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടും. അവസാനം കാലുവേദനയും മേലുവേദനയൊക്കെ ആയിട്ട് തിരിച്ചു വരും. ഇതൊക്കെ തന്നെയാണ് കുറേ നാളായിട്ട് സംഭവിക്കാറുള്ളത്. പിന്നെ ഞാൻ ജിമ്മിൽ പോകാറുണ്ടെന്ന് പറയുമ്പം എന്തിനാ ഈ മെലിഞ്ഞിരിക്കുന്ന നീയൊക്കെ ജിമ്മിൽ പോകുന്നേ എന്ന് ചോദിക്കുന്നതിനോട് മാത്രം, മെലിയാൻ വേണ്ടി മാത്രമല്ല കേട്ടോ നമ്മൾ ജിമ്മിൽ പോകുന്നത്. ജിമ്മെന്ന് പിന്നെ ഞാൻ നേരെ പോയത് കുറച്ച് നട്ട്സ് മേടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതങ്ങനെ ഹെൽത്ത് കോൺഷ്യസ് ആയതുകൊണ്ടൊന്നല്ല. അടുത്തായിട്ട് എന്റെ ഇൻസ്റ്റഗ്രാം തുറന്നു കഴിഞ്ഞാൽ എല്ലാവരും എന്താ ഒരു സാധനം ഉണ്ടാക്കി കഴിക്കാറുണ്ട്. അതിന് വേണ്ടിയിട്ട് എനിക്ക് കുറച്ച് നട്ട്സ് ഒക്കെ മേടിക്കാനുണ്ടായിരുന്നു. അൽദിയിൽ കയറിയിട്ട് എല്ലാം കിട്ടാത്തതുകൊണ്ട് പിന്നെ ടെസ്കോരും കൂടെ കേട്ടാണ് എല്ലാം കിട്ടിയത്. വീട്ടിൽ മമ്മിയൊക്കെ 50-ാം വയസ്സിൽ പറയുന്ന നടുവേദന എനിക്ക് ഇപ്പോഴേ ഉണ്ട്. പിന്നെ അതിന് വേറൊരു കാരണം കൂടെ ഉണ്ട്. ഈ കുന്നു പോലെ ഇരിക്കുന്ന പാത്രം മൊത്തം ഞാൻ ഇപ്പൊ കഴുകി വെച്ചതാണ്. പിന്നെ കഴുകാന്നും പറഞ്ഞ് മാറ്റി വെച്ചിട്ടതും കുക്ക് ചെയ്തതും എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് വേസ്റ്റ് ഒക്കെ കളഞ്ഞ് ഒന്ന് അടുക്കി പറക്കിയും കൂടെ വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് കിച്ചൺ ക്ലീൻ. ഞാൻ ഈ നിരത്തി വെച്ചിരിക്കുന്ന ടിന്നുകളിൽ 1-2 കാലിയായിട്ടുണ്ട്. എനിക്കതങ്ങനെ കാണുന്നത് ഒട്ടും ഇഷ്ടമല്ല. എന്തെങ്കിലും അതിനകത്ത് ഇട്ട് വെക്കണം എന്ന് വിചാരിച്ച് എല്ലാം ഒന്ന് കഴുകി വെച്ചു. പിന്നെ ഞാൻ സാലഡ് ഉണ്ടാക്കാന്ന് വിചാരിച്ച് കയ്യിൽ ഉണ്ടായിരുന്ന കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്ത് വെച്ചു. ഞാൻ അങ്ങനെ ഒരു സാലഡ് പ്രിയൊന്നും അല്ല. പിന്നെ ഓരോരുത്തരും ഓരോ വീഡിയോയിൽ ഇങ്ങനെ കഴിക്കണതൊക്കെ കാണുമ്പോൾ ഉണ്ടാവുന്ന ഒരു സംഭവം കാണാനൊക്കെ ഒരു രസമാണല്ലോ. അങ്ങനെ കുറച്ച് അധികം സാലഡ് ഉണ്ടാക്കി ഫ്രിഡ്ജിൽ എടുത്തു വെച്ചു. പണിയെടുത്തത് ആകെ 1 മണിക്കൂർ ആണെങ്കിലും അടുത്ത 4 മണിക്കൂർ ഞാൻ റെസ്റ്റ് എടുക്കും. അങ്ങനെ പൊതിച്ചു മൂടിയിരുന്ന് നമ്മുടെ ബാഹുബലി ഫസ്റ്റ് പാർട്ട് അങ്ങ് കണ്ടു തീർത്തു. ഇതൊക്കെ കഴിഞ്ഞ് എണീറ്റപ്പോഴാണ് ഇന്നത്തെ എന്റെ പ്രധാന പണി ഞാൻ ചെയ്തില്ലല്ലോ എന്ന് ഓർത്ത്. ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന നട്ട്സ് എല്ലാം വെച്ചിട്ട് ഒരു ബോൾ ഉണ്ടാക്കി എടുക്കുക എന്നുള്ളതാണ്. അല്ല, ഒന്നല്ല, കാരണം ഒത്തിരി പേര് പറയുന്നത് കേട്ടു ഇത് കഴിച്ചിട്ട് അവരുടെ ഹെയർ ഫോൾ കുറഞ്ഞു, എന്തൊക്കെയോ കുറെ നന്നായിന്ന്. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് പരീക്ഷിച്ച് നോക്കിക്കൂടാ. എന്റെ തലയിലെ മുടിയൊക്കെ പൊടിഞ്ഞു തലയോട്ടി മാത്രമായി. അങ്ങനെ വീഡിയോയിൽ അവർ പറഞ്ഞേക്കുന്ന എല്ലാത്തരം നട്ട്സും ഞാൻ മേടിച്ചു വെച്ചിട്ടുണ്ട്. അതിനകത്ത് ഈ പിസ്ത റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് എനിക്ക് കുറെ സമയം എടുത്തത്. കാരണം എന്റെ കയ്യിലുള്ളത് തോലോട് കൂടിയിട്ടുള്ളതായിരുന്നു. അങ്ങനെ അതെല്ലാം റെഡിയാക്കി സാധനം ഉണ്ടാക്കി വന്നപ്പോൾ ടേസ്റ്റ് നോക്കിയപ്പോൾ നല്ല അടിപൊളി സാധനം. ഇപ്പൊ അഥവാ ഗുണമൊന്നും ഉണ്ടായില്ലല്ലോ, നല്ല ടേസ്റ്റ് ഉണ്ട്. ഒരാഴ്ചത്തേക്ക് ഉള്ളത് ഉണ്ടാക്കണമെന്നേ ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഇതിപ്പോ 1 മാസം ഞാൻ ഇരുന്ന് തിന്നാലും തീരത്തില്ല.